ഈ കാലഘട്ടത്തിൽ പർണശാല കെട്ടി വളരെ കാലേകൂട്ടി വന്ന് താമസിക്കുന്ന തീർത്ഥാടകരുണ്ട്. ആ തീർത്ഥാടകരോട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം, എടുത്ത തീരുമാനം അവിടെ അടുപ്പ് പൂട്ടി ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല. പകരം ദേവസ്വം ബോർഡ് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. ഈ അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ കാരണം മുമ്പ് ഈ പർണശാലകൾ കെട്ടി അവിടെ പാചകം നടക്കുന്ന ഘട്ടത്തിലാണ് തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ഉണ്ടാവാതിരിക്കാൻ കഴിഞ്ഞ വർഷം മുതൽ ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ വർഷവും ആ കാര്യത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് മുൻകൂട്ടി ഭക്തരെ അറിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ പല വ്യൂ പോയിന്റുകളുണ്ട്. മകരവിളക്ക് കാണാൻ അല്ലെങ്കിൽ മകരജ്യോതി കാണാൻ വേണ്ടി പല വ്യൂ പോയിന്റുകളിലേക്ക് പോകുമ്പോൾ ചില ഘട്ടങ്ങളിൽ വൃക്ഷങ്ങളുടെ ചില്ലകളിൽ കയറിയിരുന്ന് വരെ ആളുകൾ ഇത് കാണാൻ വേണ്ടി കയറും. അത് പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് അത്തരം സങ്കേതങ്ങളെല്ലാം പ്രധാനമായും പോലീസിനെ വിന്യസിച്ച് മരച്ചില്ലകളിൽ ആളുകൾ കയറിയിരുന്ന് ഇത് വീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന കാര്യമാണ് ഞങ്ങൾ രണ്ടാമതായി മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യം. മൂന്നാമതായി, മകരവിളക്കിന് യാതൊരു തിക്കും തിരക്കും ഉണ്ടാകാതെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി കൂടുതലായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സന്നദ്ധ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. മകരജ്യോതി വരുന്നതിന് മുമ്പ് പന്തളം രാജകൊട്ടാരത്തിൽ നിന്നാണ് തിരുവാഭരണം പുറപ്പെടുന്നത്. ആ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന പാതകളെല്ലാം സഞ്ചാരയോഗ്യമാക്കി മാറ്റുന്നതിന് മുൻകൂട്ടി വനംവകുപ്പുമായി കൂടി ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. മരച്ചില്ലകളെല്ലാം വെട്ടി പാതയോരങ്ങൾ വൃത്തിയാക്കി കൊടുക്കുന്ന ക്രമീകരണം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. അപ്പോൾ ഒരു തടസ്സവും കൂടാതെ തിരുവാഭരണ ഘോഷയാത്ര മകരസംക്രമ വിളക്കിന് വേണ്ടി സന്നിധാനത്തിലെത്തുന്നോടം വരെ അതിനനുഗമിക്കേണ്ട വളണ്ടിയേഴ്സിനെ തീരുമാനിച്ചിട്ടുണ്ട്, പോലീസിനെ തീരുമാനിച്ചിട്ടുണ്ട്, ഫയർഫോഴ്സിനെ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് അവർക്ക് എല്ലാ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട വനംവകുപ്പ് ആ കാര്യത്തിൽ ശ്രദ്ധാപൂർവം നീങ്ങിയിട്ടുണ്ട്. ഈ കാര്യം കൃത്യമായി ഒന്നുകൂടെ ഞങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര ആദ്യം പമ്പയിൽ വെച്ചായിരിക്കും ദേവസ്വം ബോർഡിന് വേണ്ടി സ്വീകരിക്കുക. സന്നിധാനത്തിൽ ഞങ്ങളെല്ലാം ചേർന്ന് സ്വീകരിക്കും. അപ്പോൾ ആ തിരുവാഭരണം ചാർത്തിയതിന് ശേഷമുള്ള ദീപാരാധനയും അതിനുശേഷം നടക്കുന്ന മകരജ്യോതിയും ലക്ഷക്കണക്കിന് ഭക്തന്മാർക്ക് ദർശിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സാഹചര്യം വിവിധ തലങ്ങളിൽ ഒരുക്കി കൂട്ടിയിട്ടുണ്ട്. മറ്റ് തിക്കും തിരക്കുമൊക്കെ കൂടാതെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ളത്.